സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാവരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിൽ പരിപൂർണമായും പുലർത്തണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വേനലവധിക്കാലം കഴിഞ്ഞ് വിദ്യാലയങ്ങൾ ഈ വരുന്ന 3-ാം തീയതി തിങ്കളാഴ്ച തുറക്കുകയാണ്. നമ്മുടെ ഭാവി പ്രതീക്ഷകളായ, നമ്മുടെ കൺകുളിർമകളാകേണ്ട നമ്മുടെ മക്കൾ വീണ്ടും ഒരു അധ്യയന വർഷത്തിൽ കലാലയങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. വളർന്നു വരുന്ന ഒരു സമൂഹം മറന്നുപോകുന്ന ഒരു കാര്യമാണ് സാമൂഹിക ബന്ധങ്ങൾ. അത് മുതിർന്നവരിലും വളർന്നു വരുന്ന കുട്ടികളിലും പ്രകടമാകുന്ന ഒരു ദയനീയമായ ഒരു രംഗമാണ്. അൽ ഇൻസാൻ എന്ന് പറയുന്നതിന് ഇണങ്ങി ജീവിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യസഹജമായിട്ടുള്ള ഒരു ഇടപെടലുകളാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ബാബുൽ ഇഅ്തികാഫ് എന്ന് പറയുന്ന ഒരു അധ്യായം ഇമാം ബൈഹഖി റഹ്മഹുല്ലാ തൻ്റെ ശുഅബുൽ ഈമാൻ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കൊണ്ടുവരികയാണ്. ഒരു സംഭവം വിവരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വരികയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അടുക്കൽ ഇരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചോദിക്കുകയാണ്, അല്ല, നീ വല്ലാതെ പ്രയാസത്തിലാണല്ലോ, നിന്റെ മുഖം എന്തുപറ്റി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായോട് അദ്ദേഹം പറയുകയാണ്, ഒരാൾക്ക് സാമ്പത്തികമായി ഞാൻ കടക്കാരനാണ്. എത്ര തന്നെ ശ്രമിച്ചിട്ടും എനിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോഴേക്കും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് നോക്കട്ടെ, താങ്കൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യാം. കരഞ്ഞുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത്, ഈ കിടക്കുന്ന സ്വാഹിബുൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ ചൂണ്ടിക്കൊണ്ടാണ് ഈ പറയുന്നത്. ഒരുപാട് കാലമൊന്നുമായില്ല ഈ പ്രവാചകർ നമ്മിൽ നിന്നും വിട പറഞ്ഞു. ആ പ്രവാചകർ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട്, അനസീത മാ കുൻത ഫീഹി, താങ്കൾ ചെയ്തിരുന്ന ഈ പ്രവർത്തനം അഥവാ ഇഅ്തികാഫ് മറന്നുകൊണ്ടാണോ എന്നോടൊപ്പം വരിക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ വലാകിന്നി സമിഅതു സ്വാഹിബ് ഹാദൽ ഖബർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മറന്നുകൊണ്ടല്ല അങ്ങയോടൊപ്പം വരുന്നത്. ഈ ഖബറിൽ കിടക്കുന്ന ഈ സ്വാഹിബ് എന്നോട് പറഞ്ഞതായി ഞാൻ ഓർക്കുകയാണ്. അത് പറയുന്നതിന് മുമ്പായി ഫദമഅത ഐനാഹു, കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ. എന്നിട്ട് പ്രവാചകർ പറഞ്ഞ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, മൻ മശാ ഫീ ഹാജതി വബലഗ ഫീഹാ കാന ഖൈറൻ മിൻ ഇഅ്തികാഫ് 10 സിനീൻ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാനിൽ കൊടുത്ത ഹദീസാണ്. ഒരു മനുഷ്യൻ, ഒരാൾ തൻ്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുകയും അത് നിറവേറ്റി കൊടുക്കുകയും ചെയ്താൽ 10 വർഷം അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും ഖൈറാണ്. ഈ ഒരു വചനാമൃതമാണ് എന്നെ അങ്ങയോടൊപ്പം പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുവാനുണ്ടായ പ്രചോദനം. നോക്കണം സഹോദരങ്ങളെ, ഇഅ്തികാഫിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ് നാം. ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി
ഇഅ്തികാഫിൽ ഇരിക്കുന്ന സമയമാണെങ്കിൽ പോലും അവൻ്റെ കാര്യം സാധൂകരിക്കുവാനായിട്ട് പുറത്തിറങ്ങി ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം സ്ഥാപിക്കുക, അത് വളർന്നു വരുന്ന വിദ്യാർത്ഥികളോടും മക്കളോടും മുതിർന്നവരോടുമാണ് ഈ വസിയ്യത്തും ഈ ഇന്നത്തെ ഖുതുബയും. അവരുടെ ഉപദ്രവങ്ങൾ സഹിക്കുക. ഉത്തമ വിശ്വാസി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അൽ മുസ്ലിം ഇദാ കാന മുഖാലിതൻ നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുസ്ലിം. ജനങ്ങളുമായി സമ്പർക്കം സ്ഥാപിക്കുകയും മുസ്ലിംകളുടെ ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ഉത്തമ വിശ്വാസിയാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസി പരസ്പരം സഹകരിക്കണം, നന്മയിലും പുണ്യത്തിലും സഹകരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ താല്പര്യം. സൂറത്തുൽ മാഇദയുടെ 2-ാമത്തെ ആയത്ത് ഹൃദ്യസ്ഥമാണ് നമുക്ക്. വതആവനു അലൽ ബിർരി വത്തഖ്വാ. നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം, സഹായിക്കണം. അത് സ്കൂൾ മേഖലയിലായിരുന്നാലും കച്ചവട മേഖലയിലായിരുന്നാലും മനുഷ്യന്റെ ഏത് മേഖലകളിലായിരുന്നാലും വിശ്വാസിയാണോ നന്മ കണ്ടാൽ അതുമായി സഹകരിക്കണം. വിശുദ്ധ ഖുർആനിന്റെ താല്പര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസ സമൂഹത്തിന്റെ വ്യതിരിക്തതയാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. മൻ ദആ ഇലൽ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂറ മിൻ തബിഅഹു. ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു, ആ സന്മാർഗത്തിൽ അവൻ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു എങ്കിൽ ചെയ്തവനുള്ളതുപോലെ പ്രവർത്തനം ക്ഷണിച്ചവനുമുണ്ട്. അതിൽ നിന്നും ഒരു നന്മയും അല്ലാഹു തആല പാഴാക്കി കളയുകയില്ല. വമൻ ദആ ഇലാ ളലാലത്തിൻ കാന അലൈഹി മിനൽ ഇസ്മ. ഇനി ഒരാൾ തിന്മയിലേക്ക് ക്ഷണിക്കുകയാണ്, ആ തിന്മ അവൻ പ്രവർത്തിക്കുകയാണ് എങ്കിലോ ആ തിന്മ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം ക്ഷണിച്ചവനിലേക്കുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു കുറവും വരുത്താതെ തന്നെ നന്മയിലേക്ക് ക്ഷണിച്ചാൽ ആ നന്മ ചെയ്തവന്റെ പ്രതിഫലം അവനുണ്ട്, തിന്മയിലേക്ക് ക്ഷണിച്ചാൽ ആ തിന്മ ചെയ്തവന്റെയും പ്രതിഫലം ക്ഷണിച്ചവനിലുണ്ട്. ഒന്നും കുറവാക്കാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളെ, നിങ്ങൾ സ്കൂൾ കലാലയങ്ങളിലേക്ക് 3-ാം തീയതി പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ വഴിതെറ്റിക്കുവാനായിട്ട് 4 ചുറ്റുപാടുകളിലും പലരും കാണും. വളരെ ജാഗരൂകരായി വേണം മക്കളെ നിങ്ങൾ സ്കൂൾ കലാലയങ്ങളിൽ പോകുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തിപഥത്തിൽ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുമ്പോൾ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വിശ്വാസികളോട്, അർറജുലു അലാ ദീനി ഖലീലിഹി. ഒരാൾ തൻ്റെ സഹോദരന്റെ അല്ലെങ്കിൽ സ്നേഹിതന്റെ മതത്തിലാണ്. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് പെരുമാറണം ഒരു സ്നേഹിതനെ തിരഞ്ഞെടുക്കുമ്പോൾ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്, വിദ്യാർത്ഥികൾക്കും മക്കൾക്കും മാത്രമുള്ളതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം ഇടപെടുമ്പോൾ നാം സ്വീകരിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ക്വാളിറ്റി, അതാണ് ഈ ഹദീസിൽ കൂടി സുനൻ അബൂദാവൂദിൽ അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നല്ല സ്നേഹിതരെ തിരഞ്ഞെടുക്കണം. സ്നേഹിതരെ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ചിന്തിക്കണം. കാരണം പരലോകത്ത് നമുക്ക് നഷ്ടമാകുന്ന കൂട്ടുകാരാകരുത്. അല്ലാഹുവിന്റെ പ്രവാചകർ അതിന് ഉത്തമമായ ഒരു ഉദാഹരണവും പഠിപ്പിച്ചു. നല്ല കൂട്ടുകെട്ടിന്റെയും ചീത്ത കൂട്ടുകെട്ടിന്റെയും നല്ലൊരു ഉദാഹരണം പഠിപ്പിക്കുകയാണ് സ്വഹീഹ് മുസ്ലിമിൽ കൂടി. കസ്തൂരി വഹിക്കുന്നവന്റെയും ഉലയിൽ ഊതുന്നവന്റെയും ഉദാഹരണമാണ്. നല്ലൊരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് കസ്തൂരി വഹിക്കുന്നവനാണ്. ചീത്ത ഒരു കൂട്ടുകാരന്റെ ഉദാഹരണം ഉലയിൽ ഊതുന്നവനാണ്. എന്താണ് ഉലയിൽ ഊതുക? ലോഹാദികൾ ഉണ്ടാക്കുന്ന തീക്കുഴിയാണ്, ചൂളയാണ്. അവിടെ എപ്പോഴും തീപ്പൊരി പാറിക്കൊണ്ടേയിരിക്കും. അതാണ് വനാഫിഖുൽ കീർ, ലോഹാദികൾ ഉരുക്കുന്ന തീക്കുഴി.
സ്വർണവും വെള്ളിയും ചെമ്പുമടങ്ങുന്ന ലോഹാദികൾ ഉരുക്കുന്ന തീക്കുഴികൾ എപ്പോഴും തീ പാറിക്കൊണ്ടേയിരിക്കും. ഇനി നല്ല കൂട്ടുകെട്ടിന്റെ ഉദാഹരണമാകട്ടെ കഹാമിനിൽ മിസ്ക്, കസ്തൂരി വഹിക്കുന്നവന്റെ ഉദാഹരണമാണ്. പ്രവാചകർ പറയുകയാണ്, കസ്തൂരി വാഹകന്റെ പ്രത്യേകത എന്താണ്? അതിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കും. ആ കസ്തൂരി ചിലപ്പോൾ അവൻ നിനക്ക് നൽകും, അല്ലെങ്കിൽ നിനക്ക് അതിനെ വില കൊടുത്തു വാങ്ങാം. അതുമല്ലെങ്കിൽ അതിൻ്റെ വാസന എപ്പോഴും ഉണ്ടാകും. എന്തൊരു ഉദാഹരണമാണ്! നല്ലൊരു കൂട്ടുകാരന്റെ ഉദാഹരണം ഒരു കസ്തൂരി വിൽക്കുന്നവന്റെ ഉദാഹരണമാണ്. നിനക്കൊരു പക്ഷേ ആ കസ്തൂരി തന്നേക്കാം, അല്ലെങ്കിൽ നിനക്ക് വിലക്ക് വാങ്ങിയേക്കാം, അല്ലെങ്കിൽ എപ്പോഴും അതിന്റെ സൗരഭ്യം നിനക്ക് പകർന്നേക്കാം. ഇനി ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണമാണ് പ്രവാചകൻ ഉലയിൽ ഊതുന്നവന്റെ ഉദാഹരണം. വനാഫിൽ കീർ, അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഒന്നുകിൽ നിന്റെ വസ്ത്രം കരിച്ചു കളയും. തീയുണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മുടെ വസ്ത്രം കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ദുഷിച്ച ഗന്ധം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ദുഷിച്ച മണം നിനക്കെപ്പോഴും വാസന നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ നല്ല ആളെ നോക്കി കൂട്ടുകൂടണം. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പോലും കൃത്യമായി പ്രവാചകർ ശക്തമായ രീതിയിൽ വിശ്വാസികളെ ഉണർത്തിയത്? പരലോകവുമായി ബന്ധമുണ്ട് നമ്മുടെ കൂട്ടുകെട്ടിന്. ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രവാചകരുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ ഫുർഖാൻ 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. അത് പ്രവാചകരുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചീത്ത മനുഷ്യന്റെ ഉദാഹരണം മാത്രമല്ല, ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മനുഷ്യർക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ്. നാളെ പരലോകത്തെത്തിയാൽ അക്രമിയുടെ സ്വഭാവം പറയുകയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ സ്വാധീനത്തിൽ കൈകൾ കടിക്കുമെന്നാണ്. അവന്റെ കൈകൾ കടിക്കുമെന്നാണ് ആ അക്രമി. എന്നിട്ട് അവൻ വിലപിക്കുമെന്നാണ്. യഖൂൽ യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീലാ, അള്ളാന്റെ റസൂലിന്റെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവിടെ വച്ച് വിലപിക്കുമെന്നാണ്. ഒരു കാര്യവുമില്ല. യാ വൈലതാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീലാ, അല്ലാഹ് ഇന്നാലിന്നവനെ കൂട്ടുകൂടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പരലോകത്ത് വച്ച് വിലപിച്ചിട്ട് കാര്യമില്ല മക്കളെ. അള്ളാഹുവിന്റെ കലാമിലെ ആയത്താണ്. ദുനിയാവിൽ നാം ചിന്തിക്കണം. പരലോകത്ത് ഏതെങ്കിലും അവന്റെ സ്വന്തം കൈകൾ കടിച്ചുകൊണ്ട് റബ്ബിനോട് വിലാപം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ദുനിയാവിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന കൂട്ടുകാരനെ എൻ്റെ ജീവിതത്തിൽ തോഴനായി തിരഞ്ഞെടുത്തിരുന്നില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചതിന്റെ പരിണിതഫലം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്താ? ലഖദ് അളല്ലനി അൻ الذിക്രി ബഅദ ഇദാ ജാഅനി വകാന الشൈത്വാനു ലിൽഇൻസാനി ഖദൂലാ. എനിക്ക് ഉത്ബോധനം വന്നു കിട്ടി. ഖുർആനും സുന്നത്തുമാകുന്ന ഉത്ബോധനം എനിക്ക് കിട്ടി. എൻ്റെ കൂട്ടുകാരാണ് അതിൽ നിന്നും എന്നെ തെറ്റിച്ചു കളഞ്ഞത്. പരലോകത്ത് വിലപിക്കുന്ന ഒരു സംഭവമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കൂട്ടുകാരെ നാം ശത്രുക്കളായി പരലോകത്ത് വെച്ചുകൊണ്ട് തിരിച്ചറിയുന്നതിന് മുമ്പായി ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തിരിച്ചറിയണം സഹോദരങ്ങളെ. വിദ്യാലയങ്ങളിൽ പഠിക്കുവാൻ വേണ്ടി പോകുന്ന മക്കളെ, നിങ്ങൾക്കുള്ള ശക്തമായ താക്കീതാണ് ഈ. പ്രത്യേകിച്ച് വിശ്വാസികളെ നമുക്കെല്ലാവർക്കുമുള്ള താക്കീതാണ്. അൽ അഖ്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വ്. ദുനിയാവിൽ ചങ്കെന്ന് പറയുന്നില്ലേ നാം? ഏറ്റവും നല്ല ചങ്കാണെന്നാണ് ഇപ്പോഴത്തെ ഒരു മോഡൽ വാക്ക്. ആ ചങ്കുകൾ നാളെ പരലോകത്ത് ശത്രുക്കളായിരിക്കും. അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്താണ് സഹോദരങ്ങളെ, സൂറത്തു സുഖ്റഫിലെ 67-ാമത്തെ ആയത്ത്. അന്നേ ദിവസം ചില ശത്രുക്കൾ നിങ്ങൾക്ക് വളരെ ശത്രുക്കളായിട്ട് തന്നെ, മിത്രങ്ങൾ നിങ്ങൾക്ക് വളരെ ശത്രുക്കളായിട്ട് തന്നെ മാറുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുവാനുണ്ട്. ഇല്ലൽ മുത്തഖീൻ, തഖ്വ പാലിച്ചവർ ഒഴികെ, സൂക്ഷ്മത കൈക്കൊണ്ടവർ ഒഴികെ. എത്ര ചങ്കായിരുന്നാലും എത്ര സ്നേഹിതന്മാരായിരുന്നാലും നാളെ പരലോകത്ത് ശത്രുക്കളായിട്ടും മാറുന്ന കൂട്ടുകളാകരുത് നമ്മുടെ ദുനിയാവിൽ വെച്ചുകൊണ്ട് നാം തിരഞ്ഞെടുക്കേണ്ടത്.
കൂട്ടുകെട്ടാണല്ലോ പല തിന്മയിലേക്കും നമ്മെ നയിക്കുക. പല തിന്മയിലേക്കും പല അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്കും നമ്മെ നയിക്കുന്നത് കൂട്ടുകെട്ടാണ് എന്ന് ഒരു ഉദാഹരണവും നമുക്ക് വേണ്ട സഹോദരങ്ങളെ. നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷിർക്കിൽ ആപതിക്കുന്നത് പോലും കൂട്ടുകെട്ടിന്റെ അടയാളമാണ്. വിശുദ്ധ ഖുർആൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രം പറയുകയാണ്. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത് 25-ാമത്തെ ആയത്ത്. വിശദീകരിക്കേണ്ട ഒരു വചനാമൃതമാണ് വിശ്വാസികളെ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ ഖുദ്റത്തായിക്കൊണ്ട് തിരിച്ചു വന്നതിന് ശേഷം ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു രംഗമാണ് ഈ ആയത്തിൽ. وقال إنما اتخذتم من دون الله أوثانا مودة بينكم في الحياة الدنيا. എഴുതി വെച്ചോണം സഹോദരങ്ങളെ, ഹൃദയത്തിൽ കുറിച്ചു വെക്കണം, മറക്കരുത് ഈ വിശുദ്ധ ഖുർആനിലെ വചനം. ഇബ്രാഹിം നബി പറയുകയാണ്, നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്കുകളുണ്ടല്ലോ, അല്ലാഹു അല്ലാത്തവരെ മറ്റിലാഹുകളായി കൂട്ടുകൂടിക്കൊണ്ട് റബ്ബിനെ ഒരിക്കലും അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാകുന്ന ശിർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. എന്തേ കാരണം? മവദ്ദതം ബൈനിക്കും ഫിൽ ഹയാത്തി ദുനിയാ. ദുനിയാവിൽ നിങ്ങൾ തമ്മിലുള്ള മവദ്ദത്താണ് അതിന്റെ കാരണം. എന്താണ് മവദ്ദത്ത്? സ്നേഹബന്ധം. സ്നേഹബന്ധമാണ് അതിനുള്ള കാരണം. എന്റെ ഉമ്മ അങ്ങനെയായി പോയി, ഞാൻ ചെയ്തില്ലെങ്കിലോ ഉമ്മ എന്നോട് കോപിക്കും, സ്നേഹബന്ധമാണ്. എന്റെ കൂട്ടുകാർ എന്നോട് കോപിക്കും ഈ തിന്മ ചെയ്തില്ലെങ്കിൽ. എന്റെ വേണ്ടപ്പെട്ടവർ എന്നോട് വെറുപ്പ് പ്രകടിപ്പിക്കും ഈ തിന്മ ചെയ്തില്ലെങ്കിൽ. ഷിർക്ക് ചെയ്യുന്നത് പോലും ജനങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഒരു കാരണമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനങ്ങളോട് പറയുന്നത്. അല്ലേ സഹോദരങ്ങളെ? തൗഹീദ് എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മയിലേക്ക് ഒരാൾ ക്ഷണിച്ചാൽ സുഹൃബന്ധത്തിന്റെ പേരിൽ, കൂട്ടുകുടുംബത്തിന്റെ പേരിൽ നേർച്ചയ്ക്ക് നീ വരണം, 3-ാം ഫാത്തിഹയാണ്, ആണ്ടി നേർച്ചയാണ്, ബിദ്അത്ത് എന്നിവനറിയാം, ഹറാം എന്നിവനറിയാം, എന്നാലും മൗനം പാലിക്കുകയാണ്. എന്തേ? സ്നേഹബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ വിഘ്നം നേരിട്ട് പോകും, സ്നേഹബന്ധത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചു പോകും. അരുതേ, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയുവാനുള്ള മനസ്സുപോലും നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിൽ പുഴുക്കുത്തുകൾ സംഭവിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ഷിർക്കിലേക്ക് കൂപ്പുകുത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. കൂട്ടുകൂടിന്റെ അതിന്റെ ഒരു തണലിൽ നിന്നുകൊണ്ട് തിന്മയിലേക്ക് ക്ഷണിച്ചാൽ പറയണം അരുത്, എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയണം. അതിനുള്ള ആർജവം ഉണ്ടാകണം വിശ്വാസികൾക്ക്. തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ മൗനം പാലിക്കലല്ല ഒരു വിശ്വാസിയുടെ നിലപാട്. അല്ലെങ്കിൽ ഭാര്യയെ പറഞ്ഞേക്കും, നീ പോയിക്കോ, ഞാൻ വരുന്നില്ല, നാട്ടുകാര് കണ്ടാലോ ഞാൻ വലിയ മുജാഹിദാ, നീ പോയിക്കോ. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ചുറ്റുപാടും കാണാം. സോഷ്യൽ മീഡിയകളിലും അല്ലാത്തടങ്ങളിലുമൊക്കെ തൗഹീദിന്റെ ഗജവാഹകരാണവർ, ശബ്ദിക്കുകയാണവർ. മക്കളോട് മിണ്ടുന്നില്ല, ഭാര്യയോട് തിന്മയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്, നീ പോയിക്കോ, കുടുംബബന്ധം മുറിക്കണ്ട, ആ ബിദ്അത്തിൽ നീ കൂട്ടുകൂടിക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ നാട്ടിലെ തൗഹീദി വക്താവാണ്. ആരെ ബോധ്യപ്പെടുത്തുകയാണ്? ആരെ തൃപ്തിപ്പെടുത്തുകയാണ്? റബ്ബിന്റെ പ്രീതിയും തൃപ്തിയുമാണോ നാം ആഗ്രഹിക്കുന്നത്? നാം ആണോ ഇബ്രാഹിമീ മില്ലത്ത്? എന്നിട്ട് ആ ആയത്ത് അവസാനിക്കുന്നത് നോക്കൂ, സുമ്മ യൗമൽ ഖിയാമത്തി യക്ഫുറു ബഅദുകും ബിബഅദിൻ വയൽഅനു ബഅദുകും. ആ നാളിൽ ആ കൂട്ടുകാരെ നിഷേധിക്കുമെന്നാണ്, ശാപവാക്കുകൾ അവിടെ പറയുമെന്നാണ്. അള്ളാഹുവിന്റെ ശാപം ഇവനിൽ ഉണ്ടാകട്ടെ, ഇവന്റെ കൂട്ടുകെട്ടാണ് എന്നെ തിന്മയിലേക്ക് നയിച്ചത് എന്നവൻ പറയുമെന്നാണ് നാളെ പരലോകത്ത്. എന്ത് പ്രയോജനമാണ്? നരകമാണ് അവർക്കുള്ള പ്രതിഫലം. സഹായിക്കുവാൻ നിനക്കാരും ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ് സഹോദരങ്ങളെ. തൗഹീദി വക്താക്കളെ, ഇത് നമ്മോടുള്ള പാഠമാണ്.
ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിലെ 4ാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ വിശ്വാസികളെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു തണലും ഇല്ലാത്ത ആ സമയത്ത് റബ്ബിന്റെ തണൽ മാത്രം ലഭിക്കുന്ന അമൂല്യമായ ആ പ്രവർത്തനങ്ങൾ ചെയ്തവരുടെ 4ാമത്തെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് വറജുലാനി, 2 പേർ. എന്താണ് അവരുടെ പ്രത്യേകത? തഹാബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി അവർ സ്നേഹിച്ചവരാണ്. ഫജ്തമഅ അലൈഹി, അതിന്റെ പേരിൽ അവർ കൂട്ടുകൂടിയവരാണ്. വതഫറഖ അലൈഹി, അല്ലാഹുവിന് വേണ്ടി അവർ ബന്ധം മുറിച്ചവരാണ്. എത്രയെത്ര കൂട്ടുകളാണ്, എത്രയെത്ര ചങ്കുകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. ഈ തൗഹീദി ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഗരിമ മനസ്സിലാക്കിയതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക പിൻപറ്റിയതിന്റെ പേരിൽ ആ കൂട്ടുകെട്ടുകളൊക്കെ നാം വേണ്ട എന്ന് വച്ചു. അല്ലേ സഹോദരങ്ങളെ? എന്തുകൊണ്ട്? അല്ലാഹുവിനെ വേണ്ടി സ്നേഹിക്കണം. തഹാബ്ബാ ഫില്ലാഹി ഫജ്തമഅ അലൈഹി. മക്കളെ, കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കണം, നാം അല്ലാഹുവിന് വേണ്ടി കൂടണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. അല്ലാഹുവിന്റെ പരിധിക്കപ്പുറമാണോ നമ്മുടെ കൂട്ടുകെട്ട് പോകുന്നത്, അവിടെ വച്ച് നിർത്തിക്കോണം നമ്മുടെ കൂട്ടുകെട്ട്. അങ്ങനെയുള്ളവർക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹവും കോപവും അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം, നാട്ടുകാരുടെ തൃപ്തിക്ക് വേണ്ടിയാകരുത് സഹോദരങ്ങളെ, മഹല്ലിന്റെ പ്രീതിക്ക് വേണ്ടിയാകരുത്. വളരെ ജാഗരൂകരാകണം വിശ്വാസികളെ ഈ വിഷയത്തിൽ. എത്ര നാളാണ് നാം ഈ ജനങ്ങളുടെ പ്രീതിയുമായി സമ്പാദിച്ച് നാം ജീവിക്കുക? എത്ര കാലം? ഒന്ന് പറ, എത്ര കാലം? റബ്ബിന്റെ തൃപ്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് നാട്ടുകാരുടെ പ്രീതി സമ്പാദിക്കുവാൻ എത്ര വയസ്സുവരെയാണ് നമ്മുടെ ഈ ആയുസ് ഈ ലോകത്തുള്ളത്? മരിച്ചു പോകണ്ടേ? ഈമാനിന്റെ മാധുര്യം ലഭിച്ചവരല്ലേ റബ്ബിന്റെ തൃപ്തി നേടിയവർ? നാളെ പരലോകത്ത് റബ്ബ് തആല ചോദിക്കുന്ന ഒരു ചോദ്യം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ബിഅന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ റബ്ബ് തആല ചോദിക്കുമെന്നാണ് അടിയാറുകളെ വിളിച്ചുകൊണ്ട്. ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മഹത്വം കാരണമായി പരസ്പരം സ്നേഹിച്ചവരെ നിങ്ങൾ എവിടെയാണ്? അപ്പോൾ നമ്മുടെ സ്നേഹം ആർക്ക് വേണ്ടിയായിരിക്കണം? അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമായിരിക്കണം. വിദ്യാർത്ഥികളെ, മക്കളെ, നിങ്ങളോടാണ് ഈ ഒന്നാമതായി പറയുന്നത്. നമ്മുടെ സ്നേഹവും നമ്മുടെ കരുണയും ആരോടായിരിക്കണം? അല്ലാഹുവിന് വേണ്ടിയുള്ളതായിരിക്കണം. പരലോകത്തെ റബ്ബിന്റെ ചോദ്യമാണ്, എന്നെ സ്നേഹിച്ചവർ എവിടെ? അൽ യൗമ അദുല്ലഹും ഫി ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി, എന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഇന്ന് ഇതാ എന്നെ സ്നേഹിച്ച ആ കൂട്ടുകാർക്ക് ഞാനിതാ തണൽ കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹ് പറഞ്ഞതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം പറയുകയാണ്. ഒരു ഉദാഹരണം സ്വഹീഹ് മുസ്ലിമിലെ 2567 നമ്പർ ഹദീസാണ്. ഒരു മനുഷ്യൻ പോവുകയാണ് മറ്റൊരു നാട്ടിലേക്ക്. എന്തിനാ പോകുന്നത്? ഒരു സുഹൃത്തിനെ സന്ദർശിക്കുവാനായിട്ട്. വഴിയിൽ വെച്ചുകൊണ്ട് ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ചോദിക്കുകയാണ് ആ മനുഷ്യനോട്, എവിടേക്കാണ് നീ പോകുന്നത്? എവിടേക്കാണ് നീ പോകുന്നത്? ഒരാളെ സന്ദർശിക്കാൻ ഞാൻ പോവുകയാണ്, ഒരു സുഹൃത്തിനെ സന്ദർശിക്കുവാൻ പോവുകയാണ്. ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറബ്ബുഹാ ഖാൽ, അവന്റെ മേൽ ശ്രദ്ധിക്കേണ്ട വല്ല അനുഗ്രഹവും നിനക്കുണ്ടോ? എന്താണ് ഇത്ര ബന്ധം ആ സുഹൃത്തുമായി? അപ്പോൾ ആ മനുഷ്യൻ പറയുമാണില്ല, അങ്ങനെയൊന്നുമല്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അവനെ സ്നേഹിക്കുകയാണ്. അവൻ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ്, എന്നെ തൗഹീദ് പഠിപ്പിച്ചവനാണ്, എന്നെ സുന്നത്തിലേക്ക് നയിച്ചവനാണവൻ, ശരിയായ പാത കാണിച്ചു തന്നവനാണ്. എന്റെ നാട്ടുകാരനല്ലാതിരുന്നിട്ടും അവനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സ്നേഹിക്കുകയാണ്. അപ്പോൾ മലക്ക് പറയുമെന്നാണ്, ഫഇന്നീ റസൂലുള്ളാഹി ഇലൈക്, നിന്നിലേക്ക് വന്ന അല്ലാഹുവിന്റെ ഒരു ദൂതനാണ്, ഒരു മലക്കാണ് ഞാൻ.
ബിഅന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്തുഹു ഫീഹി, നീ അവനെ സ്നേഹിക്കുന്നത് പോലെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ വഴി കാണിച്ചു തന്നതുകൊണ്ടാണല്ലോ നീ അവനെ സന്ദർശിക്കുവാൻ വേണ്ടി പോകുന്നത്. നീ അവനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു നിന്നെയും സ്നേഹിക്കും എന്ന് മലക്ക് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ മൊഴിമുത്തുകളാണ്. വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളോട് സ്നേഹപൂർവ്വം നമുക്ക് പറയുവാനുള്ളത് ഈ വിഷയങ്ങളാണ് സഹോദരങ്ങളെ. പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾവലിയുകയാണ് പൊതുജീവിതത്തിൽ നിന്നും. അവനും അവന്റെ വിദ്യാഭ്യാസവും അവന്റെ വീടും നന്മകളിൽ നിന്നും മാറി നിൽക്കുകയാണ്. ആരോടും ഒന്നും മിണ്ടുകയില്ല. വലിയ ഉന്നതമായ പഠനത്തിന് വേണ്ടി നന്മകളെ അവൻ തിരസ്കരിക്കുകയാണ്. അറിയണം നാം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മയാകുന്ന ഒരു കാര്യത്തെയും നീ നിസ്സാരമായി കാണരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് എല്ലാവരോടും, വിദ്യാർത്ഥികളോടും വളർന്നു വരുന്നവരോടും മുതിർന്നവരോടും ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മയിൽ നിങ്ങൾ ഒന്നിനെയും നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖൽ അഖാക ബിവജ്ഹിൻ തൽഖ്, നിന്റെ സഹോദരനെ നീ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും നീ നിസ്സാരമായി കാണരുത്. അത് സ്വതക്കയിൽപ്പെട്ടതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, ജീവിതത്തിൽ പാഠമാകേണ്ടവരാണ് നാം. 5 കാര്യങ്ങളിൽ നാം ഗുണകാംക്ഷികളാകണം. വിദ്യാർത്ഥികളെ, വിശ്വാസികളെ, നാം 5 കാര്യങ്ങളിൽ നസീഹത്തുള്ളവരാകണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നസീഹത്തുള്ളവരാകണം. അന്നദ്ദീന നസീഹ, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. മതമെന്ന് പറയുന്നത് നസീഹത്താണ്. സ്വഹാബികൾ ചോദിച്ചു, ഖുല്ലാ ലിമൻ ഖാൽ, ആരോടാണ് റസൂലേ ഞങ്ങൾ ഗുണകാംക്ഷ ആരോടാണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലില്ലാഹി, ഒന്നാമതായി ഗുണകാംക്ഷയുള്ളത് അവന്റെ റബ്ബിനോടാണ്. വലി കിതാബിഹി, രണ്ടാമതായി ഗുണകാംക്ഷ വേണ്ടത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലാണ്. വലി റസൂലിഹി, മൂന്നാമതായി നസീഹത്ത് വേണ്ടത് അവന്റെ റസൂലിനോടാണ്. വലി അഇമ്മത്തുൽ മുസ്ലിമീൻ, മൂന്നാമതായി ഗുണകാംക്ഷ വേണ്ടത് മുസ്ലിം നേതാക്കന്മാരോടാണ്. അഞ്ചാമതായും അവസാനമായും വിശ്വാസികൾ ഗുണകാംക്ഷയോടുകൂടി വർത്തിക്കേണ്ടത് വഅമ്മത്തിഹിം, പൊതുജനങ്ങളോടാണ്. ഇത് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഗുണകാംക്ഷ അള്ളാഹുവിനോട് എന്ന് പറയുന്നത് മഹത്തായ അവന്റെ ദീനിനെ പ്രതിരോധിക്കുക. വിദ്യാർത്ഥികളെ, നാം പോകുന്ന കലാലയങ്ങളിൽ, നാം പോകുന്ന കലാശാലകളിൽ ഒരുപക്ഷെ ദീനിനെ അവമതിക്കുന്നവർ നാം കണ്ടേക്കാം. ദീനിനെ പരിഹസിക്കുന്നവർ നാം കണ്ടേക്കാം. സാധിക്കുമെങ്കിൽ പ്രതിരോധിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നിന്നും വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം നവവി രേഖപ്പെടുത്തുന്നത്. പിന്നെയോ അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? ഷിർക്കിലേക്ക് ജനങ്ങൾ ചേക്കേറുന്നതിനെ തൊട്ട് തടയുക. എല്ലാവർക്കും ബാധകമാണ്. അത് മൗലവിമാർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല, വിശ്വാസികൾ എല്ലാവർക്കും ഉള്ളതാണ്. ഷിർക്കിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ടാൽ, അതിലേക്ക് ചേക്കേറുന്നത് കണ്ടാൽ തടയണം. അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയാണ്. ഇനി കിതാബിനോടുള്ള ഗുണകാംക്ഷ എന്ന് വെച്ചാൽ എന്താണ്? നന്നായി പാരായണം ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അതാണ് കിതാബിനോടുള്ള ഗുണകാംക്ഷ. ഇനി പ്രവാചകനോടുള്ള ഗുണകാംക്ഷയാണ് സുന്നത്തിനെ പുനഃസ്ഥാപിക്കുകയും അത് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഗുണകാംക്ഷ. മുസ്ലിം നേതാക്കളോടുള്ള ഗുണകാംക്ഷ എന്ന് വെച്ചാൽ അവരെ നന്മയുടെ കാര്യത്തിൽ നാം അനുസരിക്കണം. തിന്മയിലേക്ക് പോകാതിരിക്കാൻ നേതാക്കന്മാരെ നാം ഉപദേശിച്ചു കൊണ്ടിരിക്കണം. പൊതുജനങ്ങളോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത് സത്യമാർഗം കാണിച്ചു കൊടുക്കണം. ആ സമൂഹത്തിനെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുപോകണം. നന്മയിലേക്ക് ആ സമൂഹത്തെ കൊണ്ടുപോകണം. ഈ 5 കാര്യങ്ങളിലും വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ബാധ്യതയാണ്, നസീഹത്താണത്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. വിശ്വാസികൾ 5 കാര്യങ്ങളിൽ
ായിരിക്കണം അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ കിതാബിനോട്, പ്രവാചകരോട്, മുസ്ലിം നേതാക്കന്മാരോട്, മുസ്ലിം ഉമ്മത്തിനോട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട്. അങ്ങനെയുള്ളവരായി വളരണം വിശ്വാസികളെ, വിദ്യാർത്ഥികളെ. അതായിരിക്കണം നിങ്ങളുടെ മുഖമുദ്ര. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവല്ലോ, ഇദാ കാന ലക സ്വദീഖൻ യുഈനുക അലാ ത്വാഅതി ഫശുദ്ദ യദൈക ബിഹി. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിനക്കൊരു സുഹൃത്തിനെ കിട്ടുകയാണെങ്കിൽ നീ അവനെ മുറുകെ പിടിക്കണം. ആരാ പറയുന്നത്? ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അങ്ങനെ കിട്ടാനില്ല. ഇതെപ്പോഴായി പറയുന്നത്? 1200 വർഷങ്ങൾക്ക് മുമ്പ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മോനെ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നിനക്കൊരു കൂട്ടുകാരനെ കിട്ടിയാൽ നീ മുറുകെ പിടിക്കണം. ഇങ്ങനെയുള്ളവരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അത് ഒഴിവാക്കി കളയാൻ എളുപ്പവുമാണ്. വേണ്ട, എന്തിനായി കൂട്ട്? നമസ്കരിക്കാൻ പോകുവാനോ അല്ലെങ്കിൽ നന്മ ചെയ്യുവാനോ എളുപ്പമാണ്. ലഭിക്കുവാൻ വളരെ പ്രയാസകരമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ ശക്തമായ ഒരു താക്കീതുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്താണ്. പ്രവാചക, ആരോടായിരിക്കണം നിങ്ങൾ കൂട്ടുകൂടേണ്ടത്? ആരോടായിരിക്കണം നിങ്ങൾ സഹവസിക്കേണ്ടത്? ധനാഢ്യന്മാരുടെ പിന്നാലെയല്ല നീ പോകേണ്ടത്. കുടുംബഗോത്ര മഹിമയുടെ കാര്യത്തിൽ കിബിർ നടിക്കുന്നവരോടൊപ്പമല്ല നീ പോകേണ്ടത്. നീ പോകേണ്ടത് ആരോടൊപ്പം? നിന്റെ മനസ്സിനെ തളച്ചിടുക. വസ്ബിർ, നിന്റെ മനസ്സിനെ തളച്ചിടുക. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശിയ്യി യുരീദൂന വജ്ഹഹു. റബ്ബിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്ന ഈ ദരിദ്രന്മാരായ സ്വഹാബാക്കളുണ്ടല്ലോ, ഈ അമ്മാറും ബിലാലും ഹബ്ബാബും അടങ്ങുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ, ഈ കറുത്തവരുണ്ടല്ലോ, അവർക്ക് സമ്പത്തില്ല, അവർ ദരിദ്രരാണ്. അവരുടെ ക്വാളിറ്റി എന്താണ്? തൗഹീദുള്ളവരാണ്, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്, ശിർക്ക് ചെയ്യാത്തവരാണ്. അവരോടൊപ്പം പ്രവാചക നീ സഹവസിക്കണം. അവരായിരിക്കണം നിന്റെ കൂട്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, 3-ാം തീയതി സ്കൂളുകളിൽ പോകുമ്പോൾ ഈ വിഷയം കൃത്യമായി നമ്മുടെ മനസ്സുകളിൽ തെളിയട്ടെ. കുറിച്ചു വയ്ക്കുക. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്റാ 36-ാമത്തെ ആയത്ത് എല്ലാവർക്കുമുള്ള ഒരു ആയത്താണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അറിയാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. വിദ്യാർത്ഥികളെ വളരെ ശ്രദ്ധിക്കണം. ചുറ്റുപാടും കരാള ഹസ്തങ്ങളുമായി കാത്തു നിൽക്കുകയാണ് ലഹരി മാഫിയകൾ. തിന്മയിലേക്ക് ആപതിക്കുവാൻ മതനിരാസത്തിന്റെ വക്താക്കൾ പുതിയ കുപ്പായമിട്ടുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ പുരോഗമനം പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. മദ്രസയിൽ നിന്നും പഠിച്ച ഒരു ബാലപാഠമുണ്ട്. മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ഖുതുബയിൽ കൂടി കേട്ട പാഠമുണ്ട്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിവില്ലാത്തതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. എന്തുകൊണ്ട്? നിങ്ങളുടെ കേൾവിയും കാഴ്ചയും ഹൃദയവും റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട് എന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആയുസ്സിനെ കുറിച്ച് ചോദിക്കാതെ, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കാതെ, നമ്മുടെ യുവത്വത്തെ കുറിച്ച് ചോദിക്കാതെ, നമ്മുടെ ശരീരത്തെ കുറിച്ച് ചോദിക്കാതെ നാളെ പരലോകത്ത് റബ്ബ് തആല നമ്മുടെ ഒരു കാൽപാദം പോലും മുന്നോട്ട് വയ്ക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ, വിദ്യാർത്ഥികളെ, സമൂഹമേ, ഈ വിഷയത്തിൽ നാം ജാഗരൂകരാകണം. നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തണം. മരണം വരെയും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നാം ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങൾ ഹലാലായ വരുമാനത്തിൽ നിന്നാകണം. ഹറാമായതാകരുത്. ഹറാമിലേക്ക് ചിലവഴിക്കരുത്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചോദ്യമുണ്ട്, നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. എല്ലാറ്റിനെ കുറിച്ചും ചോദ്യം കൃത്യമായി റബ്ബ് തആല ചോദിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, എന്നോടെന്ന പോലെ ഇവിടെ കേൾക്കുന്ന
വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും ഇന്നത്തെ ഖുതുബ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാകട്ടെ. മരണം വരെയും അതൊരു പാഠമായി നാം കൊണ്ടു നടക്കുക. അള്ളാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ.